വ്യൂവേഴ്സ് വെൽക്കം ബാക്ക്. ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് സാധാരണ ഉപയോഗിക്കാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകൾ നമുക്കൊന്ന് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ ഒരു 10-15 സെൻറ്റൻസുകളാണ് ഞാനിന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിരിക്കുന്ന സെൻറ്റൻസ് ആവും. അപ്പോൾ എല്ലാവരും ക്ലാസ് മുഴുവനായിട്ട് ശ്രദ്ധിച്ചിരുന്ന് കാണാം കേട്ടോ. ഓക്കെ, ഇപ്പോൾ നമുക്ക് ഫസ്റ്റ് സെൻറ്റൻസ് പറഞ്ഞാലോ. നമ്മൾ പറയാറില്ലേ, നിനക്ക് അയാളെ കണ്ടാൽ അറിയോ? നമ്മൾ ചോദിക്കാറുണ്ട് അല്ലേ, നിനക്ക് അയാളെ കണ്ടാൽ അറിയോ എന്ന് നമുക്ക് ഇംഗ്ലീഷിൽ ചോദിക്കാം. അറിയാമോ എങ്ങനെ ചോദിക്കാം? ഡു യു നോ, നിനക്ക് അറിയാമോ? ഡു യു നോ ഹിം ബൈ സൈറ്റ് കേട്ടോ. ബൈ സൈറ്റ് എന്നാണ് ഓർത്ത് വെക്കേണ്ടത് കേട്ടോ. അപ്പം ഡു യു നോ ഹിം ബൈ സൈറ്റ്, നിനക്ക് അയാളെ കണ്ടാൽ അറിയാമോ എന്നാണ് കേട്ടോ. നെക്സ്റ്റ്, എനിക്ക് അയാളെ കണ്ടാൽ അറിയാം എങ്ങനെ ചോദിക്കാം? എങ്ങനെ പറയാം? നമുക്ക് എനിക്കറിയാം എങ്ങനെ പറയാം? ഐ നോ എന്നല്ലേ നമ്മൾ പറയാം. അപ്പം ഐ നോ ഹിം, എനിക്ക് അയാളെ അറിയാം ബൈ സൈറ്റ്, കണ്ടാൽ അറിയാം എന്നാട്ടോ. നെക്സ്റ്റ്, എനിക്ക് അവളുടെ ഡ്രസ്സ് കണ്ടാൽ അറിയാം. എങ്ങനെ പറയാം? എനിക്ക് അവളെ അറിയാം. എങ്ങനെ? അവളുടെ ഡ്രസ്സ് കണ്ടാൽ തന്നെ എനിക്കറിയാം. ഇതെങ്ങനെ നമുക്ക് പറയാം? ഐ നോ ഹർ ബൈ ഡ്രസ്. ഐ നോ ഹർ ബൈ ഡ്രസ്, എനിക്ക് അവളെ ഡ്രസ്സ് കണ്ടാൽ അറിയാം. ഐ നോ ഹർ ബൈ ഡ്രസ്. ഇനി എനിക്ക് അവൻ്റെ സൗണ്ട് കേട്ടാൽ അറിയാം. ഇതെങ്ങനെ പറയാം? ഐ നോ ഹിം ബൈ സൗണ്ട്. ഐ നോ ഹിം ബൈ സൗണ്ട്. സെൻറ്റൻസ് ക്ലിയർ ആയല്ലോ? ഇതുപോലെയുള്ള വേറൊരു സെൻറ്റൻസ്, നിനക്ക് അവൻ്റെ മുടി കണ്ടാൽ അറിയോ എന്ന് വെച്ചാൽ നിനക്ക് അവനെ അറിയോ, അതായത് അവൻ്റെ മുടി കണ്ടാൽ നിനക്ക് അവനെ അറിയോ എന്നാണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ചോദിക്കാം നമുക്ക്? നിനക്കറിയോ? ഡു യു നോ ഹിം ബൈ ഹിസ് ഹെയർ, നിനക്ക് അവൻ്റെ മുടി കണ്ടാൽ അവനെ അറിയോ? ഡു യു നോ ഹിം ബൈ ഹിസ് ഹെയർ എന്ന് ചോദിക്കാം കേട്ടോ. ഇനി എനിക്കറിയില്ല, എനിക്ക് അവൻ്റെ മുടി കണ്ടാൽ അറിയില്ല, എങ്ങനെ പറയാം? ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല എന്ന് എങ്ങനെ പറയാം? ഐ ഡോണ്ട് നോ ഹിം ബൈ ഹിസ് ഹെയർ. ഐ ഡോണ്ട് നോ ഹിം ബൈ ഹിസ് ഹെയർ. ഇനി എനിക്ക് അവൻ്റെ മുടി കണ്ടാൽ അറിയാമെന്നാണെങ്കിലോ ഐ നോ എന്ന് പറയാം അല്ലേ. ഐ നോ ഹിം ബൈ ഹിസ് ഹെയർ. ഐ നോ ഹിം ബൈ ഹിസ് ഹെയർ. ഓക്കെ, ഇതുപോലെയുള്ള വേറൊരു സെൻറ്റൻസ് എന്താണ്? കൈപ്പിടി കണ്ടാൽ എനിക്ക് എൻ്റെ കുട തിരിച്ചറിയാം. നമ്മൾ പറയാറില്ലേ, കുടൻ്റെ കാല് കണ്ടാൽ എനിക്ക് എൻ്റെ കുട തിരിച്ചറിയാമെന്ന്. ഇതെങ്ങനെ നമുക്ക് പറയാം? ഐ നോ മൈ അംബ്രല ബൈ ഹാൻഡിൽ. ഐ നോ മൈ അംബ്രല ബൈ ഹാൻഡിൽ, കൈപ്പിടി കണ്ടാൽ എനിക്ക് എൻ്റെ കുട തിരിച്ചറിയാം. ഓക്കെ, വേറൊരു സെൻറ്റൻസ്, കാറിൻ്റെ ഹോൺ കേട്ടാൽ നിനക്ക് നിന്റെ കാറ് തിരിച്ചറിയോ? കാറിൻ്റെ ഹോൺ കേട്ടാൽ നിനക്ക് നിന്റെ കാറ് തിരിച്ചറിയോ? ഇതെങ്ങനെ ചോദിക്കാം? ഡു യു നോ യുവർ കാർ. ഡു യു നോ യുവർ കാർ ബൈ ഹോൺ. എങ്ങനെ പറയാം? ഡു യു നോ യുവർ കാർ ബൈ ഹോൺ. ഓക്കെ, അപ്പോൾ അയാൾ പറയാണ്, കാറിൻ്റെ കളർ കണ്ടാൽ എനിക്ക് എൻ്റെ കാറ് തിരിച്ചറിയാൻ പറ്റും. ഇതെങ്ങനെ പറയാം? കാറിൻ്റെ കളർ കണ്ടാൽ എനിക്ക് എൻ്റെ കാറ് തിരിച്ചറിയാൻ പറ്റും. എങ്ങനെ പറയാം? ഐ നോ മൈ കാർ ബൈ കളർ. ഐ നോ മൈ കാർ ബൈ കളർ. ഓക്കെ, അല്ലെങ്കിൽ ഐ ക്യാൻ ഐഡന്റിഫൈ മൈ കാർ ബൈ കളർ എന്നൊക്കെ പറയാം കേട്ടോ. അങ്ങനെ പറയണമെന്നില്ല, ഐ നോ മൈ കാർ ബൈ കളർ എന്ന് മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ഓക്കെ, അപ്പോൾ ഇംഗ്ലീഷ് സെൻറ്റൻസ് എങ്ങനെയാണെന്ന് നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് മനസ്സിലായല്ലോ. ഇന്നത് കണ്ടാൽ നിനക്കത് തിരിച്ചറിയാൻ പറ്റുമോ? കളർ കണ്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ? സൗണ്ട് കേട്ടാൽ തിരിച്ചറിയാൻ പറ്റുമോ? ഇങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് ഇംഗ്ലീഷിൽ പറയാമെന്നുള്ളത് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി ഇതുപോലുള്ള സെൻറ്റൻസുകൾ നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ നമുക്കിനി വേറെ ടൈപ്പ് സെൻറ്റൻസ് നോക്കാം കേട്ടോ. അപ്പോൾ വേറൊരു ടൈപ്പ് സെൻറ്റൻസ് ആണ്, നമ്മൾ എല്ലാവരും പറയുന്നതാണ്. ഈ കളർ നിനക്ക് നന്നായി ചേരും, നീല കളർ നിനക്ക് നന്നായി ചേരും, അല്ലെങ്കിൽ റെഡ് കളർ നിനക്ക് നന്നായി ചേരും. ഇതെങ്ങനെ നമുക്ക് പറയാം? ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, റെഡ് കളർ നിനക്ക് നന്നായി ചേരും. എങ്ങനെ പറയാം? റെഡ് കളർ മാച്ചസ് യു വെൽ. റെഡ് കളർ മാച്ചസ് യു വെൽ. സിമ്പിൾ ആട്ടോ. ഇനി പച്ച കളർ നിനക്ക് നന്നായി ചേരും എങ്ങനെ പറയാം? ഗ്രീൻ കളർ മാച്ചസ് യു വെൽ. ഓക്കെ, ഇനി ഈ കളർ എനിക്ക് ചേരുമോ എങ്ങനെ ചോദിക്കാം? ഈ കളർ എനിക്ക് ചേരുമോ? ഡസ് ദിസ് കളർ മാച്ച് മീ? ഡസ് ദിസ് കളർ മാച്ച് മീ. ഈ കളർ എനിക്ക് ചേരുമോ കേട്ടോ. ഡസ് ദിസ് കളർ മാച്ച് മീ. ഇനി ഈ കളർ നിനക്ക് ചേരില്ല എങ്ങനെ പറയാം? ദിസ് കളർ ഡസൻ മാച്ച് യു. ദിസ് കളർ ഡസൻ മാച്ച് യു. അപ്പം ഡസ് ദിസ് കളർ മാച്ച് മീ, ഈ കളർ എനിക്ക് ചേരുമോ? ഈ കളർ നിനക്ക് ചേരില്ല എങ്ങനെ പറയാം? ദിസ് കളർ ഡസൻ മാച്ച് യു. ദെൻ നമ്മളൊരു നെഗറ്റീവ് ടച്ചിൽ ചോദിക്കാണ്, ഈ കളർ എനിക്ക് ചേരില്ലേ? ഈ കളർ എനിക്ക് ചേരില്ലേ? ഇതെങ്ങനെ നമുക്ക് ചോദിക്കാം?
ചേരില്ലേ എന്നാണ് ചോദിക്കുന്നത്, നെഗറ്റീവാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചോദിക്കാം ഡസിൻറ്റ് എന്ന് വെച്ചിട്ട് വേണം നമുക്ക് ചോദിക്കാനായിട്ട് കേട്ടോ. അപ്പോൾ എങ്ങനെ ചോദിക്കാം, ഡസിൻ ദിസ് കളർ മാച്ച് മീ, ഡസിൻ ദിസ് കളർ മാച്ച് മീ. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു നെഗറ്റീവ് ടച്ചിൽ ചോദിക്കുമ്പോൾ നമ്മളത് ഡസിൻറ്റ് വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് കേട്ടോ ക്വസ്റ്റ്യൻ. മറ്റത് നമ്മൾ ഡസ് ദിസ് കളർ മാച്ച് മീ, ഈ കളർ എനിക്ക് എന്താണ് മാച്ച് ചെയ്യുമോ എന്നാണ് ചോദിച്ചതില്ലേ. ഇപ്പം നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഈ കളർ എനിക്ക് മാച്ച് ചെയ്യില്ല, എനിക്ക് ചേരില്ലേ എന്നാണ് നമ്മൾ ചോദിക്കുന്നത്. സോ നമ്മൾ ഡസിൻറ്റ് വെച്ചിട്ട് വേണം ചോദിക്കാനായിട്ട് കേട്ടോ. ക്ലിയർ ആയല്ലോ. ദെൻ നമ്മൾ പറയാറുണ്ട് ഈ ഡ്രസ്സ് എനിക്ക് ചേരുമോ എന്ന് നമ്മൾ ചോദിക്കാറില്ല. ഈ ഡ്രസ്സ് എനിക്ക് ചേരുമോ, ഈ ചുരിദാർ എനിക്ക് ചേരുമോ, ഈ സാരി എനിക്ക് ചേരുമോ, അങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ടല്ലോ. ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ ഈ മാച്ചിന് പകരം നമ്മൾ സ്യൂട്ട് എന്ന് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും ബെറ്റർ കേട്ടോ. സ്യൂട്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ചോദിച്ചു നോക്കാം കേട്ടോ. ഈ ഡ്രസ്സ് എനിക്ക് ചേരുമോ എങ്ങനെ ചോദിക്കാം, ഡസ് ദിസ് ഡ്രസ് സ്യൂട്ട് മീ, ഡസ് ദിസ് ഡ്രസ് സ്യൂട്ട്സ് മീ എന്നാട്ടോ. നേരത്തെ നമ്മൾ കളർ ചേരുമെന്ന് ചോദിച്ചപ്പോൾ നമ്മളവിടെ മാച്ച് എന്നാണ് കൊണ്ടുവന്നത്. ഇവിടെ നമ്മൾ എന്താണ് ഡ്രസ്സിൻ്റെ കാര്യത്തിൽ നമ്മൾ സ്യൂട്ട് എന്ന് യൂസ് ചെയ്യാനായിട്ട് നോക്കാം കേട്ടോ. ഡസ് ദിസ് ഡ്രസ് സ്യൂട്ട്സ് മീ. ഓക്കെ, വേറൊരു എക്സാമ്പിൾ, ഈ സാരി എനിക്ക് ചേരുമോ എങ്ങനെ നമുക്ക് ചോദിക്കാം, ഈ സാരി എനിക്ക് ചേരുമോ എങ്ങനെ ചോദിക്കാം, ഡസ് ദിസ് സാരി സ്യൂട്ട്സ് മീ, ഡസ് ദിസ് സാരി സ്യൂട്ട്സ് മീ എന്ന് ചോദിക്കാം കേട്ടോ. ഇനി വേറൊരു, ഈ സാരി നിനക്ക് ചേരില്ല, ഇതെങ്ങനെ നമുക്ക് പറയാം, ദിസ് സാരി ഡസൻ സ്യൂട്ട് യു, ദിസ് സാരി ഡസൻ സ്യൂട്ട് യു എന്നാണ് പറയേണ്ടത് കേട്ടോ. ഇനി നമ്മൾ നെഗറ്റീവായിട്ട് പറയാണ്, ഈ സാരി എനിക്ക് ചേരില്ലേ എങ്ങനെ ചോദിക്കാം, ചേരില്ലേ എന്നാണ് അല്ലേ. സോ നമ്മൾ ഡസൻറ്റ് വെച്ചിട്ട് വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അല്ലേ. ഡസൻ ദിസ് സാരി സ്യൂട്ട്സ് മീ, ഡസൻ ദിസ് സാരി സ്യൂട്ട്സ് മീ എന്ന് വേണം ചോദിക്കാനായിട്ട് കേട്ടോ. ദെൻ എല്ലാ ഡ്രസ്സും നിനക്ക് ചേരും എങ്ങനെ പറയാം, ഓൾ ഡ്രസ്സസ് സ്യൂട്ട് യു, ഓൾ ഡ്രസ്സസ് സ്യൂട്ട് യു, എല്ലാ ഡ്രസ്സും നിനക്ക് ചേരും. ഓക്കെ, ദെൻ എല്ലാ കളറും നിനക്ക് നന്നായി ചേരും എന്നാണ് പറയുന്നതെങ്കിൽ എങ്ങനെ പറയാം, ഓൾ കളേഴ്സ് മാച്ച് യു വെൽ, ഓൾ കളേഴ്സ് മാച്ച് യു വെൽ. ചുരിദാർ മാത്രമാണ് നിനക്ക് ചേരുക എങ്ങനെ പറയാം, ഓൺലി ചുരിദാർ സ്യൂട്ട് യു വെൽ, എന്താണ് ഓൺലി ചുരിദാർ സ്യൂട്ട് യു വെൽ, ചുരിദാർ മാത്രമാണ് നിനക്ക് നന്നായിട്ട് ചേരുക, ഓൺലി ചുരിദാർ സ്യൂട്ട് യു വെൽ, ചുരിദാർ മാത്രമാണ് നിനക്ക് നന്നായി ചേരുക. ഓക്കെ, ദെൻ വേറൊരു സെൻറ്റൻസ് പറയുകയാണെങ്കിൽ ചുരിദാർ ആണോ അതോ സാരിയാണോ എനിക്ക് നന്നായി ചേരുക അങ്ങനെ നമ്മൾ പറയാറുണ്ടല്ലോ അല്ലേ. ചുരിദാർ ആണോ അതോ സാരിയാണോ എനിക്ക് നന്നായി ചേരുക, ഇതെങ്ങനെ നമുക്ക് പറയാം, ഡസ് ചുരിദാർ ഓർ സാരി എങ്ങനെ പറയണം, ഡസ് ചുരിദാർ ഓർ സാരി സ്യൂട്ട്സ് മീ വെൽ, ഡസ് ചുരിദാർ ഓർ സാരി സ്യൂട്ട് മീ വെൽ എന്ന് വെച്ചാൽ ചുരിദാർ ആണോ അതോ സാരി ആണോ എനിക്ക് നന്നായി ചേരുക എന്നുള്ളതാട്ടോ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇന്ന് 2 ടൈപ്പ് സെൻറ്റൻസ് ആണ് പഠിച്ചത്. 2 ടൈപ്പ് സെൻറ്റൻസ് നമ്മൾ കുറേ എക്സാമ്പിൾസ് നോക്കിയിട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നിങ്ങളിത് നിങ്ങളുടെ ഡെയിലി കോൺവെർസേഷനിൽ യൂസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെയുള്ള സെൻറ്റൻസുകളൊക്കെ നിങ്ങൾക്ക് പറയാൻ തോന്നുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇംഗ്ലീഷിൽ പറയാനായിട്ട് നോക്കുക കേട്ടോ. ദെൻ നിങ്ങൾ ഒരിക്കലും ഇത് മറന്നു പോവില്ല. ദെൻ ഗ്രാജുവലി വി ക്യാൻ ഇംപ്രൂവ് അവർ language. Okay, so it's enough for today. Then see you on another video. Until then, take care. Bye bye.